ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല മുരിഞ്ഞ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ പക്കോടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം. പക്കോട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാത്ത 1/4 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് സവാളയാണ്. സവാള 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി, അത് രണ്ടും നന്നായിട്ട് ചതച്ചെടുത്തതാണ്. 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 5 പച്ചമുളക്, കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില, ഇതൊക്കെ ചേർത്തിട്ട് നമുക്കൊന്ന് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. കടലപ്പൊടി ഒരു 1/2 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയായാലും ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1.5 ടേബിൾ സ്പൂണ് മൈദ കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് മഞ്ഞൾ പൊടി, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല, 1/4 ടേബിൾ സ്പൂണ് ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പോൾ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഗരം മസാല കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണ് വിനീഗർ ഒഴിച്ചു കൊടുത്താലും മതി. അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പം നന്നായിട്ട് ഇതുപോലെ കുഴച്ചതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കരുത്. കുറച്ച് ഒഴിച്ചിട്ട് വേണം ഇതുപോലെ കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളം കൂടിപ്പോകാൻ പാടില്ല. അപ്പോൾ ഇതാ ഈ ഒരു പാകത്തിന്, നല്ല ലൂസല്ലാതെ ഈ ഒരു പാകത്തിന് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കണമായിരുന്നു. അപ്പം ഞാനത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നുള്ളു കായപ്പൊടി കൂടി ചേർത്തിട്ട് ഞാനൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ എല്ലാ പൊടികളും ചേർക്കുമ്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ കായപ്പൊടിയും ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പം വെള്ളം കൂടിപ്പോയാൽ ഈ ഒരു പക്കോടക്ക് എണ്ണ കൂടുതൽ കുടിക്കും. അപ്പം നമ്മൾ എപ്പോഴും വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ ചെറുതായിട്ട് നുള്ളി ഇട്ട് കൊടുത്താൽ മതി. വലിയ ഉരുളകളാക്കി ഇടാതെ ചെറിയ ഇതായിട്ട് നുള്ളിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണ ആകുമ്പോഴത്തേക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഏതായാലും വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു കളറാകുമ്പം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് ഏകദേശം നല്ല കളറായി നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ കോരിയെടുക്കാം. അപ്പം ഞാൻ അതുപോലെ തന്നെ ബാക്കിയുള്ളത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എത്ര എളുപ്പത്തിലാണ് ഈ ഒരു ചിക്കൻ പക്കോട ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ 4 മണിയുടെ ചായയുടെ കൂടിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക.